നിനക്കറിയാമല്ലോ, 30 വർഷക്കാലമായി ഞാനിവിടെ എത്തിയിട്ട് ഇതുവരെ സ്വന്തം കാര്യത്തിനായി ഒരു പോലീസ് സ്റ്റേഷൻ വരാന്തയിലും ഞാൻ കയറിയിട്ടില്ല. ഇവിടത്തെ സമൂഹ മധ്യത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ട്, വിലയുണ്ട്. അത് ഒരു രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുമ്പോൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്ന് തരില്ല മുസാഫിർ. അതിനായി ഞാൻ എന്തും ചെയ്യും. എന്നുവെച്ചാ അനുപമയെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും. നീ കൊന്നൊന്ന് വരുത്തി തീർക്കും. അതിനിപ്പം വളരെ എളുപ്പമാണ്. പകരം നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശക്തിധരനെ കൊന്നത് ഞാനാണെന്ന് നിനക്കും ഇപ്പോൾ അനുപമയ്ക്കും മാത്രം അറിയാം. അത് ഇനി ഒരാൾ പോലും അറിയരുത്. എന്നുവെച്ചാ ശക്തിധരനെ കൊലപ്പെടുത്തിയ കുറ്റം ഞാൻ ഏറ്റെടുക്കണം എന്ന് ഞാൻ പറയുന്നു. തീരുമാനിക്കേണ്ടത് നീയാണ്. എല്ലാ തീരുമാനങ്ങളും ഞാൻ നിനക്ക് വിട്ടുതരുന്നു. നീയാണ് ഇപ്പോൾ ഇവിടുത്തെ കിങ് മേക്കർ. ഇതുവരെ നമ്മളെ തേടി വന്നിരുന്ന ക്ലയൻസ് ഒക്കെ ചോദിച്ചിരുന്നത് ഏതെങ്കിലും വമ്പൻ കമ്പനികൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെൻഡർ എമൗണ്ട് എത്രയാണെന്ന് ചോർത്തി കൊടുക്കണം. കിട്ടാനുള്ള പണം, അല്ലെങ്കിൽ അർഹതയില്ലാത്ത പണം ബ്ലാക്ക് മെയിൽ ചെയ്തോ ഹൈജാക്ക് ചെയ്തോ നേടിക്കൊടുക്കണം എന്നൊക്കെയാണ്. ജീവൻ രക്ഷിക്കണമെന്ന് യാചിച്ച് ആരും വന്നതായി ഞാൻ ഓർക്കുന്നില്ല. ആലോചിക്കാതെ ഞാൻ എടുക്കുന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തീരുമാനം അനുവിനെ GK സാറിന് വിട്ടുകൊടുക്കണം. അതിന് പകരം കൊടുക്കേണ്ടത് എൻ്റെ ജീവനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വാട്ട് യു മീൻ? ജാക്ക്, നിനക്കറിയോ മുസാഫിർ എന്ന വാക്കിൻ്റെ അർത്ഥം? യാത്രക്കാരൻ. കുറച്ചുകൂടി ലിറ്റററി ആയിട്ട് പറഞ്ഞ ഏകാന്തനായ യാത്രക്കാരൻ. എന്നെയും കാത്ത നിരവധി രാജ്യങ്ങൾ, എത്രയോ കേസുകൾ, ശിക്ഷയും വച്ച് നീട്ടി കാത്തിരിക്കുന്ന കീഴടങ്ങലിൻ്റെ സുഖം ജീവിതത്തിൽ ആദ്യമായി ഞാൻ അനുഭവിക്കാൻ പോകുന്നു. ഹലോ മുസാഫിർ. ശക്തിധരനെ കൊലപ്പെടുത്തിയ കുറ്റമേറ്റെടുത്ത് സറണ്ടർ ആവാൻ ഞാൻ തയ്യാറാണ്. പകരം അനുവിനെ അവളുടെ അച്ഛന് വിട്ടുകൊടുക്കണം. ഒപ്പം നിങ്ങൾ വഴിവിട്ട വഴിയിലൂടെ നേടിയെടുത്ത അവരുടെ എല്ലാം. കൂടരുത്, കുറയരുത്. ഇവിടെ തന്തയില്ലാത്തരം കാണിച്ച് കേമനാവാൻ നോക്കിയാൽ എപ്പോ എവിടെ താൻ തീരുമാനിച്ചോളൂ. ഞാൻ വരാം. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ.